ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും പഴവും കൊണ്ട് സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യത്തിലുള്ള ശർക്കര, കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, കുറച്ച് പീനട്ട് എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി ഉണ്ടല്ലോ, പാക്കറ്റിൽ കിട്ടുന്ന കപ്പലണ്ടി വറുത്തത്, അത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഏലക്ക പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഈ ശർക്കരയൊന്ന് മെൽറ്റാക്കി എടുക്കാമേ. ഈ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാമേ. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നെയ്യിലൊന്ന് വറുത്തെടുക്കാമേ. ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് മിൽമയുടെ നെയ്യാണ്, ബ്ലാക്ക് റൈസൻസ്. കറുത്ത മുന്തിരിയുടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാമേ. ഇനി ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇത് അരിപ്പൊടിയിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ജീരകമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയും നേന്ത്രപ്പഴവും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കാമേ. ഇതിന് നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാൻ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പീനട്ട് അത് ചേർത്ത് കൊടുക്കാമേ. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാമേ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ. അതിനുവേണ്ടി കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്.
ഇനി എല്ലാം ഞാൻ ഇങ്ങനെ അങ്ങ് മടക്കുകയാണ്. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാമേ. ഈ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുക്കാമേ. ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാമേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റുവാണ്. ഞാൻ ഒരെണ്ണം ഒന്ന് തുറന്ന് കാണിക്കാമേ. നല്ല ടേസ്റ്റാണ് ഇത്. ഇതിൽ കപ്പലണ്ടിയൊക്കെ പൊടിച്ച് ചേർത്തോണ്ടേ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മറക്കാതെ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.